ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡ്. സംസ്ഥാനത്തുടനീളം പ്രതിഷേധവുമായി CPM പ്രവർത്തകർ. കോട്ടയത്ത് നടന്ന പ്രതിഷേധത്തിൽ നൂറുകണക്കിന് ആളുകൾ. മോഡി VD ED കൂട്ടുകെട്ടിന്റെ ഫലമാണ് റെയ്ഡെന്ന് മുൻ മുഖ്യമന്ത്രി VN വാസവൻ. പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടി പാർട്ടിയെ തകർക്കാമെന്ന് കരുതേണ്ടെന്നും വാസവൻ. മാസപ്പടി കേസ്. പിണറായി വിജയനും മകളും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് വിശ്വാസമെന്ന് മാസപ്പടി കേസിലെ പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. വലിയ സാമ്പത്തിക തിരിമറി നടന്നെന്നും ഷോൺ. സ്കൂൾ തുറക്കാൻ 4 ദിനങ്ങൾ. സ്കൂൾ വിപണി സജീവം. സാധനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഓഫറുകൾ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതിൽ CPMന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. കോട്ടയത്ത് പ്രകടനത്തിന് ശേഷം നടന്ന ധർണയിൽ മുൻ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തിയതിൽ CPMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കോട്ടയത്ത് CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തിരുനക്കര മൈതാനത്ത് നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി തിരുനക്കര ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ മുൻ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസും BJPയും നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ED റെയ്ഡെന്ന് VN വാസവൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടി പാർട്ടിയെ തകർക്കാമെന്നും ആരും കരുതേണ്ടതെന്നും VN വാസവൻ പറഞ്ഞു. പേടിപ്പിക്കലുമൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചിരുന്നാൽ മതി. കേരളത്തിൽ ചെലവാകില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്ത്യ രാജ്യത്ത് ആഭ്യന്തര കേന്ദ്രാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൗരാവകാശ നിയമനങ്ങൾക്കെതിരെ പടവാടം കിട്ടുന്ന സംസ്ഥാനമാണ്. ജനാധിപത്യ പ്രശാസനത്തിനെതിരെ പ്രതിഷേധത്തിന്റെ അത്യുഗ്രമായ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ്. പത്രസ്വാതന്ത്ര്യത്തിനെതിരെ വലിയ പ്രതിഷേധ ദ്വാരം ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടിൽ നാടെടുക്കൂ, പണിയെടുക്കൂ, ആദ്യം ലാഭമുണ്ടെങ്കിൽ മാത്രം ബോണസ് കൊടുത്താൽ മതി എന്ന് പ്രഖ്യാപനം വരുമ്പോൾ അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തി അധ്വാനിക്കുന്നവർക്കുമുള്ള നാടാണ് ഈ നാട്. അങ്ങനെ അടിയന്തരാവസ്ഥയുടെ യാമങ്ങളിൽ ഇന്ത്യൻ തലവരയിൽ ചിതറിത്തെറിച്ച പച്ച മനുഷ്യമാംസത്തിന്റെ ഗന്ധം വിട്ടുനിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നുവന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തെ കേവലം ഒരു റെയ്ഡിലൂടെ വിരട്ടിപ്പേടിപ്പിക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്ന വെറും വ്യാമോഹം മാത്രമാണ്. ഈ കാര്യത്തിൽ 10 മടങ്ങ് ശക്തിയോടുകൂടി ഈ മഹത്തായ പ്രസ്ഥാനം കേരളത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ആ രൂപത്തിലായിരിക്കും പ്രസ്ഥാനത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. നേതാക്കളായ TR രഘുനാഥ്, K അനിൽകുമാർ, റെജി സക്രിയ, ഷീജ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടന്നതിന്റെ രൂക്ഷമായി വിമർശിച്ച മുൻ മന്ത്രി VN വാസവൻ. മോഡി VD ED കൂട്ടുകെട്ടിന്റെ ഫലമാണ് റെയ്ഡെന്ന് വാസവൻ പറഞ്ഞു. മോഡി VD ED കൂട്ടുകെട്ടിന്റെ പരിണിത ഫലമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ED റെയ്ഡെന്ന് മുൻ മന്ത്രി VN വാസവൻ. പ്രധാനമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രി VD സതീശൻ തിരികെ എത്തും മുമ്പ് ഇവിടെ അന്വേഷണം ആരംഭിച്ചു. ഒരു FIRോ എവിഡൻസോ ഇല്ലാത്ത കേസിൽ നടക്കുന്ന ഈ നീക്കം ഗൂഢാലോചനയും പകപോക്കൽ രാഷ്ട്രീയവുമാണെന്ന് വ്യക്തമാണെന്നും VN വാസവൻ പറഞ്ഞു. ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തേണ്ട സാഹചര്യം മറ്റേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് നിലവിലില്ല എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം. ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നമാണെങ്കിൽ മുമ്പ് 2 വിജിലൻസ് കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും തള്ളിയ കേസുകളാണ്. ഏറ്റവും അവസാനം ഈ കേസുമായി പോയ കുഴൽനാടൻ MLA സുപ്രീം കോടതി പറഞ്ഞ വാചകം നമ്മൾ ഓർക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു തെളിവ് ഹാജരാക്കാൻ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഈ കൂട്ടർക്കാർക്കും കഴിഞ്ഞിരുന്നില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് തരിക. ഇപ്പം നിലവിലൊരു FIR ഇല്ല. ഇന്നലത്തെ ബഹുമാനപ്പെട്ട കോടതിയുടെ പരാമർശത്തിലായിരുന്നാലും FIR എടുക്കാൻ പറഞ്ഞിട്ടില്ല. പരിശോധനയാകാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. FIR ഇല്ലാത്ത, നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ലഭിക്കാത്ത ഇത്തരം കാര്യത്തെ സംബന്ധിച്ചോളം ഗവൺമെൻറ് രാജിവെച്ച് മാറിയതിൻ്റെ തൊട്ടുപുറകെ ഇത്തരം ഒരു നീക്കം നടത്താനുള്ള അവരുടെ എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനയും പകപോക്കൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം നീക്കങ്ങളെ എല്ലാ നിലയിലും ചെറുത്തു തോൽപ്പിക്കാനുള്ള കരുത്ത് പാർട്ടിക്കുണ്ട്. കോൺഗ്രസും BJPയും നടത്തിയ ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടി പാർട്ടിയെ തകർക്കാമെന്ന് ആരും കരുതേണ്ടെന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. പാർട്ടിയുടെ ഉന്നതനായ നേതാവ് PB മെമ്പർ പ്രതിപക്ഷ നേതാവിനെ ഈ തരത്തിൽ വേട്ടയാടിയാൽ പാർട്ടിയെ തകർക്കാം എന്നുള്ളതാണ്
അവരുടെ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും CPIഎമ്മിൻ്റെ നേതാക്കന്മാരെ ED വേട്ടയാടിക്കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് വേട്ടയാടിച്ച് അത് BJPയിലേക്ക് കൊണ്ടുപോകാം എന്ന ധാരണ അവരുടെ അബദ്ധജടിലമായ വീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. കോൺഗ്രസിനെയാണ് ഇത് കാട്ടി ഭീഷണിപ്പെടുത്തി പല സ്ഥലത്തും അവർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഒരു ഭീഷണിയുടെ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെയോ അണിയോ അവർക്ക് കരസ്ഥമാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇതിനോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി നല്ല രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പ് ഈ കാര്യത്തിൽ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാസപ്പടി കേസിൽ പിണറായി വിജയനും മകളും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് വിശ്വാസമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷനും മാസപ്പടി കേസിലെ പരാതിക്കാരനുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. വലിയ സാമ്പത്തിക തിരിമറി നടന്ന കേസാണെന്നും മോദി ഭരിക്കുന്ന രാജ്യത്ത് അഴിമതിക്കാർ ഉറപ്പായും ജയിലിൽ പോകുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഇതിനകത്ത് കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടന്ന ഒരു കേസാണ്. മാത്രമല്ല, ഇതിലേക്ക് വിജിലൻസിന് പോകണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എൻട്രി ചെയ്യും. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വീണ വിജയനാണ്. വീണ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ വീണയുമായിട്ട് അനധികൃതമായ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് തെളിയുന്നിടത്ത് മാത്രമേ വിജിലൻസ് ഉൾപ്പെടെയുള്ളവർക്ക് സ്റ്റോപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജിലൻസ് എൻക്വയറിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. DSFI എൻക്വയറി ആണെന്ന് പറഞ്ഞാൽ ആ എൻക്വയറി പൂർത്തീകരിച്ചു. വീണ ആ കേസിൽ 3-ാം പ്രതിയാണ്. ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. വീണ ആ കേസിൽ 3-ാം പ്രതിയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, യാതൊരു സേവനം നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് അയ്യാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി ED എൻക്വയറി വരുമ്പോൾ മുഖ്യമന്ത്രിയും മകളും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജ്യത്ത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേട്ടയാടുന്ന BJP നിലപാട് രാഷ്ട്രീയ ഭീകരതയാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ED ഉൾപ്പെടെയുള്ള ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരെന്നും വിഷയത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും ഇടതുമുന്നണി നേരിടുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പവർഫുള്ളായ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ വരുതിയിലാക്കുവാനായിട്ട് EDയെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന നമ്മൾ വളരെയധികം ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും എത്രയോ സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ടോ? 10,000-ഓളം സ്ഥലങ്ങളിലാണ്. പക്ഷേ നമ്മളിത് കാണുന്നത് കൃത്യമായി രാഷ്ട്രീയപ്രേരിതമാണ്. പിന്നെ നമുക്കത് അത് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനുള്ള LDFനുള്ള കരുത്തുണ്ട്. സ്കൂൾ തുറക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെ ജില്ലയിൽ സ്കൂൾ വിപണി സജീവമായി. സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫറുകളോടെയാണ് കടകളിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെ സ്കൂൾ വിപണി സജീവമായി. ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സുകൾ, വാട്ടർ ബോട്ടിലുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വലിയ ഓഫറുകളോടെയാണ് കടകളിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. 10 മുതൽ 50% വരെ വിലക്കുറവും ഓഫർ ചെയ്യുന്നു. ജെൻ കുട്ടികളെ ലക്ഷ്യമിട്ട് കളർഫുള്ളായ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലുള്ളത്. പ്രിന്റഡ് വാട്ടർ ബോട്ടിലുകൾ, ഡിജിറ്റൽ പെൻസിൽ ബോക്സുകൾ, കാർട്ടൂൺ കഥാപാത്രങ്ങളുള്ള ലഞ്ച് ബോക്സുകൾ തുടങ്ങിയെല്ലാം വിപണിയിലുണ്ട്. കുട്ടികളെ ആകർഷിക്കുന്നതിന് ആവശ്യമായതെല്ലാം വിപണിയിലുണ്ട്. ബ്രാൻഡഡ് ബാഗുകൾക്ക് 399 രൂപ മുതൽ 1000 രൂപയ്ക്ക് മുകളിലാണ് വില. ബാഗുകളിലെ പുസ്തകങ്ങൾ നനയാതിരിക്കാൻ കവറിംഗ് ഉൾപ്പെടെയുള്ള ബാഗുകളുമുണ്ട്. വാട്ടർ ബോട്ടിലുകൾക്ക് 100 രൂപ മുതൽ 250 രൂപ വരെയും നൽകണം. കൂടാതെ വിവിധ നിറത്തിലുള്ള മഴക്കോട്ടുകൾ, ഷൂവുകൾ ഇവയ്ക്കും നല്ല ഡിമാൻഡാണ്. നോട്ട് ബുക്കുകളും വലിയ ഓഫറുകളിലാണ് നൽകുന്നത്. 10 നോട്ട് ബുക്കുകൾ വാങ്ങിയാൽ 10 എണ്ണം സൗജന്യം എന്ന ബോർഡും പല കടകളിലും കാണാം. ചെറിയ നോട്ട് ബുക്കുകൾക്ക് 27 രൂപ മുതലും 200 പേജുള്ള വലിയ നോട്ട് ബുക്കുകൾക്ക് 45 രൂപ മുതലുമാണ് വില. പരമാവധി ഓഫറുകൾ നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ് കച്ചവടക്കാർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി MLA റോണി കെ ബേബി കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ പര്യടനം നടത്തി. പ്രവർത്തകർ MLAയെ സ്വീകരിച്ചു. കാഞ്ഞിരപ്പള്ളി MLA റോണി കെ ബേബിക്ക് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. രാവിലെ കുന്നുംഭാഗം ആശുപത്രി പടികളിൽ നിന്നും തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് MLA ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ഗ്രാമദീപം, മണ്ണാറക്കയം, പടനിലം, തെക്കേത്തുകവല തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം ഒരുക്കി. പ്രവർത്തകർ MLAയെ പൂമാലയിട്ട് സ്വീകരിച്ചു. വൈകിട്ട് പൊൻകുന്നം ടൗണിലും സ്വീകരണമുണ്ടായിരുന്നു. കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന്, അഭിലാഷ് ചന്ദ്രൻ തുടങ്ങിയവർ MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ,
പൊൻകുന്നം. NSS പൊൻകുന്നം യൂണിയന്റെ നേതൃത്വത്തിൽ കുട്ടികളിൽ പഠന നിലവാരം ഉയർത്തുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള വഴി തിരഞ്ഞെടുക്കുന്നതിനും അതിന് വഴികാട്ടി കൊടുക്കുന്നതിനുമായി കൗൺസിലിംഗ് നടത്തി. പൊൻകുന്നം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹൻ ഉദ്ഘാടനം ചെയ്തു. വാഴൂർ NSS കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപിക സുജാത ക്ലാസ് എടുത്തു. മനോജ് മേലേടത്ത്, ജയകുമാർ ദാമോദരൻ, വിജയകുമാർ, ബാബുക്കുട്ടൻ നായർ, TK സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ സന്ദേശങ്ങളും ചുവർ ചിത്രങ്ങളും ചുവരെഴുത്തുകളും സ്ഥാപിച്ചു. ആകർഷകമായ ചിത്രങ്ങളിലൂടെയാണ് സന്ദേശം തയ്യാറാക്കിയിരിക്കുന്നത്. കേരള ഖരമാലിന്യ പദ്ധതിയുടെ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ പ്ലാനിന്റെ ഭാഗമായി ജില്ലയിലെ പാല, ഈരാറ്റുപേട്ട, ഏറ്റുമാനൂർ നഗരസഭകളിലെ സ്കൂളുകളിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകത പ്രചരിപ്പിക്കുന്ന ബോധവൽക്കരണ സന്ദേശങ്ങളും ചുവർ ചിത്രങ്ങളും ചുവരെഴുത്തുകളും സ്ഥാപിച്ചു. പാല MGHSS, ഏറ്റുമാനൂർ ഗവൺമെന്റ് VHSS, ഈരാറ്റുപേട്ട ഹയാത്തുദ്ദീൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ ചുവരുകളിലാണ് സന്ദേശങ്ങൾ സ്ഥാപിച്ചത്. ആകർഷകമായ ചിത്രങ്ങളിലൂടെയും വ്യക്തമായ സന്ദേശങ്ങളിലൂടെയും തയ്യാറാക്കിയിട്ടുള്ള ഈ ചുവർ ചിത്രങ്ങൾ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കേണ്ടതിന്റെ പ്രാധാന്യം, ഉത്തരവാദിത്തത്തിലുള്ള മാലിന്യ സംസ്കരണ രീതികൾ, മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞാലുണ്ടാവുന്ന ശിക്ഷ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും പ്രദേശവാസികൾക്കും അവബോധം നൽകുന്നുണ്ട്. 3 സ്കൂളുകളിലുമായി 1,74,000 രൂപ ചെലവിട്ടാണ് ചുവർ ചിത്രങ്ങൾ സ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡ്. സംസ്ഥാനത്തുടനീളം പ്രതിഷേധവുമായി CPM പ്രവർത്തകർ. കോട്ടയത്ത് നടന്ന പ്രതിഷേധത്തിൽ നൂറുകണക്കിന് ആളുകൾ. മോഡി VD ED കൂട്ടുകെട്ടിന്റെ ഫലമാണ് റെയ്ഡെന്ന് മുൻ മുഖ്യമന്ത്രി VN വാസവൻ. പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടി പാർട്ടിയെ തകർക്കാമെന്ന് കരുതേണ്ടെന്നും വാസവൻ. മാസപ്പടി കേസ്. പിണറായി വിജയനും മകളും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് വിശ്വാസമെന്ന് മാസപ്പടി കേസിലെ പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. വലിയ സാമ്പത്തിക തിരിമറി നടന്നെന്നും ഷോൺ. സ്കൂൾ തുറക്കാൻ 4 ദിനങ്ങൾ. സ്കൂൾ വിപണി സജീവം. സാധനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഓഫറുകൾ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.